ഓം ശ്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര നരദനി രൂപ ഛട ഛട പ്രചട പ്രചട. അവനെ കൊല്ലണോ? എന്നെ എന്നെ പോക വിട്. ഞാൻ അവനെ കൊല്ലണോ? വിട്. ആരാണ്? சொல்ல மாட்டேன். ആരാണ് നീ? சொல்ல மாட்டேன். പറയില്ലേ? சொல்ல மாட்டேன். ഇരിക്ക. ആ കളത്തിലിരിക്കാൻ. ഇരിക്കവിടെ. നീ എന്തിനു വന്നു? കൊല്ലതുക്ക്. ആരെ? അവനെ കൊല്ലതുക്ക്. എനിക്ക് ദുർഗാഷ്ടമി. അവനെ കൊന്ന് അവൻ രക്തത്തെ ഞാൻ കുടിക്കണോ? അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം? സത്യം സത്യം സത്യം. കൊണ്ടുപോവനെ. இன்னைக்கு துர்காஷ்டமி. உன்னை கொல்ல போறேன். ஒரு ரத்தத்தை குடிக்க போறேன். யாத்தத்தை தீர்த்துக்க போறேன். விடுங்க, அவனை கொல்லணும். கொல்ல. விடுங்க.
ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എൻ്റെതാണ്, കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ, യു ആർ ഗംഗ. നീ ഗംഗയാണ്. 3 സെക്കൻഡിനകം ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. റിലാക്സ്. Tell me, who are you? പറയൂ, നീ ആരാണ്? ഐ എം ഗംഗ. മുഴുവനും പറയൂ. ഗംഗ നകുലൻ. ഗംഗ ഇപ്പോൾ സന്തോഷവതിയാണ്, വളരെ വളരെ സന്തോഷവതിയാണ്. ഇസ്റ്റേറ്റ് യെസ്. ഗംഗ പൂർണ്ണമായും രോഗവിമുക്തയായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഗംഗ ഇപ്പോൾ ഉണരാൻ പോവുകയാണ്. സാവധാനം ഉണരുകയാണ്. സ്ലോലി വേക്ക് അപ്പ്, വേക്ക് അപ്പ്, വേക്ക് അപ്പ്. കം ഓൺ. ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതെന്താ സണ്ണി അങ്ങനെ ചോദിച്ചത്? ഗംഗയ്ക്കൊരു രോഗം ഉണ്ടായിരുന്നു, രസകരമായൊരു രോഗം. അതിനെ വേരോടെ ഞാനിങ്ങി പറിച്ചെടുത്തു. ഒരിക്കലും ഒരിക്കലും ഗംഗയ്ക്ക് ഇനി അതുണ്ടാവില്ല. അതിനെ ഞാനാണ് ഉറപ്പ്. എനിക്കറിയാം. എനിക്ക് സണ്ണി വിശ്വാസമാണ്. താങ്ക് യു സണ്ണി. കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ 2 പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞു തരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക്. വേണമെന്നില്ല സണ്ണി, എല്ലാം എനിക്ക് മനസ്സിലായി. നന്ദിയുണ്ട് പലരോടും, ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ. പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ്. ഇത്രയും എന്നെ സ്നേഹിക്കുന്നതിന്. കേട്ടില്ലടാ, കേട്ടില്ലേ? ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ, മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസും ഓജസ്സും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തരാമെന്നടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് പിടിച്ചോടാ. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ 2 പേരും. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല. സത്യം, സത്യം. ഇനി പൊയ്ക്കോ, തെക്കിനിയിലോ കുക്കിനിയിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട്. എന്താ